ജീവനോടെ മണ്ണിനടിയിൽ അകപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതും ശത്രു രാജ്യത്ത്. അതെ, ജീവനോടെ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യുന്ന നായകൻ. അവന്റെ കയ്യിൽ ഒരു ലൈറ്റർ മാത്രമേ ഉള്ളൂ. ആ ലൈറ്റർ ഉപയോഗിച്ച് നമ്മുടെ നായകൻ രക്ഷപ്പെടുമോ? ഈ തീം പ്രമേയമാക്കി 2010 പുറത്തിറങ്ങിയ സിനിമയാണ് ബറീഡ് എന്ന സിനിമ. നായകനും ഒരു ശവപ്പെട്ടിയും ലൈറ്ററും ഒരു ഫോണും. ഇത് മാത്രമാണ് ഈ കഥയിൽ ഉടനീളമുള്ളത്. എന്നിരുന്നാലും സിനിമ ഒട്ടും തന്നെ ബോറിംഗ് അല്ല, ലാഗുമല്ല. ഒരു അടിപൊളി സിനിമയാണ്. ഇതിന്റെ ക്ലൈമാക്സ് നമ്മളെ മനസ്സിനെ വേട്ടയാടും. എന്നാൽ നമുക്ക് ബറീഡ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും ഒരു ചിന്ന കഥയിലേക്ക് സ്വാഗതം. പുതിയ ചങ്ങാതിമാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്കടിച്ച് ഒന്ന് സഹകരിക്കുക. സിനിമയുടെ ഉള്ളിലേക്ക് എത്തി നോക്കുമ്പോൾ ഒരു ലൈറ്റർ മിന്നിമറിയുന്നത് പോലെ കത്തുന്നു. അപ്പോൾ ഒരാളുടെ മുഖവും അതിനനുസരിച്ച് മിന്നിമറിയുന്നത് പോലെ കാണാം. ലൈറ്റർ സ്റ്റേബിളായി കത്തുമ്പോൾ ഒരാളുടെ മുഖം വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അയാളുടെ വായും കൈയും തുണിയും കയറും കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു മരശവപ്പെട്ടിക്കുള്ളിലാണ് ഉള്ളത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ലൈറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അയാൾ വായിലെ കെട്ടി എങ്ങനെയൊക്കെയോ വലിച്ചു കീറുന്നു. അതിനുശേഷം ആ പെട്ടി തട്ടിക്കൊണ്ട് ഉറക്കെ ഹെൽപ്പ് മീ എന്ന് നിലവിളിക്കുന്നു. എന്നാൽ അതിനൊരു ഫലവും ഉണ്ടാകുന്നില്ല. താൻ അകപ്പെട്ട പെട്ടിക്ക് ചുറ്റും കട്ടിയുള്ള എന്തോ ഒന്ന് ഉണ്ട് എന്നും തന്നെ ആരോ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നും നമ്മുടെ നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്റെ കയ്യിലേക്കിട്ട് ഊരാനായി നായകൻ ലൈറ്റർ ഉപയോഗിച്ച് തന്റെ കയ്യിൽ കെട്ടിയ കയർ കത്തിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കൈ പൊള്ളിയത് മാത്രമാണ് മിച്ചം. അങ്ങനെ ആ ശവപ്പെട്ടിയുടെ ഒരു സൈഡിൽ ഒരു ആണി ഉണ്ടായിരുന്നു. അതിൽ കയ്യിലെ കെട്ട് ഉരച്ച് നായകൻ ആ കെട്ട് പൊട്ടിക്കുന്നു. അങ്ങനെ ലൈറ്റർ ഉപയോഗിച്ച് ആ ശവപ്പെട്ടിയുടെ 4 ഭാഗത്ത് രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതു ഉണ്ടോ എന്ന് നായകൻ പരിശോധിക്കുന്നു. പെട്ടെന്ന് ആ ലൈറ്ററും കിടുന്നു. ആകെ പെട്ട അവസ്ഥയിലാണ് നമ്മുടെ നായകൻ. ശവപ്പെട്ടിയിൽ കുടുങ്ങിയിരിക്കുന്ന തനിക്ക് ഇത്തിരി വെളിച്ചം തരാനുണ്ടായിരുന്ന ലൈറ്ററും പോയി. അപ്പോൾ ശവപ്പെട്ടിക്കുള്ളിൽ ഒരു നീല വെളിച്ചവും ഒരു വൈബ്രേഷൻ ശബ്ദവും കേൾക്കുന്നു. കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ എങ്ങനെയൊക്കെ കത്തിച്ച് അത് എന്താണ് എന്ന് നായകൻ നോക്കുന്നു. അതൊരു ഫോണായിരുന്നു. കാലുകൊണ്ട് തട്ടി പുള്ളിക്കാരൻ ആ ഫോൺ എടുക്കുന്നു. പക്ഷെ അതിൽ സെറ്റ് ചെയ്ത ഭാഷ അറബിയാണ്. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ആരെങ്കിലും വിളിക്കാൻ വേണ്ടി കോണ്ടാക്ട് എടുത്ത് നോക്കുമ്പോൾ അതിൽ മുഴുവനും എന്തൊക്കെയോ അറബിയിൽ എഴുതിയിരിക്കുന്നു. അവനൊന്നും മനസ്സിലാകുന്നില്ല. തന്റെ പേഴ്സിൽ സൂക്ഷിച്ച നമ്പറുകളിൽ ആരെയെങ്കിലും വിളിക്കാമെന്ന് കരുതി അവൻ പേഴ്സ് എടുക്കുന്നു. എന്നാൽ പേഴ്സ് നോക്കിയപ്പോൾ പേഴ്സിൽ ഒന്നും തന്നെയില്ല. വെറും കാലി പേഴ്സ്. തന്റെ പേഴ്സിൽ നിന്നും സാധനങ്ങളൊക്കെ ആരോ മാറ്റിയിരിക്കുന്നു. അത് ആരാണെന്ന് അറിയില്ല. തന്റെ കയ്യിലുള്ള ഫോൺ ആരുടെയാണെന്നും അദ്ദേഹത്തിന് അറിയില്ല. തന്നെ ആരാണ് ഇവിടെ കുഴിച്ചിട്ടത് എന്നും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ അവൻ എമർജൻസി ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുന്നു. കോൾ കണക്ട് ആകുന്നു. അതിനുശേഷം താൻ ശവപ്പെട്ടിക്കകത്താണ് എന്നും തന്നെ രക്ഷിക്കണമെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഹെൽപ്പ് ലൈനിലുള്ളവർക്ക് അത് വിശ്വസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. താങ്കളുടെ പേരെന്താണ്, എവിടെയാണ് കുടുങ്ങിയത്, അങ്ങനെ അരോചകമായ രീതിയിലാണ് അവരുടെ സംസാരം. അപ്പോൾ നായകൻ പറയുന്നു, താൻ ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ്. ഇറാഖിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ജോലി ചെയ്യുന്നതിനിടയിൽ കുറെ കുട്ടികൾ ഞങ്ങളെ കല്ലെറിയുന്നു. അതിനുശേഷം മുതിർന്ന ആൾക്കാർ തോക്കുമായി വന്ന് ഞങ്ങളെ ആക്രമിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർമാരെ അവർ കൊന്നുകളഞ്ഞു. എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരു നമ്പർ തന്നിരുന്നു. എന്നാൽ ആ നമ്പർ ഇപ്പോൾ തന്റെ പേഴ്സിൽ ഇല്ല എന്നും നമ്മുടെ നായകൻ പറയുന്നു. എന്നാൽ കോൾ സെന്ററിലെ ആള് പറയുന്നു, ഞങ്ങൾക്ക് താങ്കളെ സഹായിക്കാൻ സാധിക്കില്ല. കാരണം താങ്കൾ ഇപ്പോൾ വേറൊരു രാജ്യത്താണ് ഉള്ളത്. വേണമെങ്കിൽ ഈ കോൾ ഞാൻ ഉന്നത അധികാരികൾക്ക് കൈമാറാമെന്നൊക്കെ. തനിക്ക് ഇവരിൽ നിന്നും ഒരു സഹായവും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ നായകൻ കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ നായകൻ ഫോണിന്റെ ചാർജിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ചാർജ് തീരുന്നുണ്ട്. ഫോൺ ഓഫ് ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. അതിനായി നായകൻ തന്റെ ഭാര്യയെ വിളിക്കുന്നു. എന്നാൽ വോയിസ് മെയിൽ ആയിട്ടാണ് കോൾ കണക്ട് ആകുന്നത്. ആ വോയിസ് മെയിലിൽ താൻ ഇവിടെ ഇറാഖിൽ കുടുങ്ങി എന്നും തങ്ങളെ കുറെ പേർ ആക്രമിച്ചു എന്നും കൂടെ ഉണ്ടായിരുന്നവരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നും തന്നെ ഇപ്പോൾ ഒരു ശവപ്പെട്ടിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നും ഹീറോ വോയിസ് മെയിലൂടെ പറയുന്നുണ്ട്. ഈ വോയിസ് മെയിൽ ഗവൺമെന്റിനെ കാണിച്ച് എന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താൻ ഫോഴ്സ് ചെയ്യണമെന്നും നായകൻ ആ വോയിസ് മെയിലിൽ പറയുന്നു. ഈ സന്ദേശം US ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്തും എന്നായിരുന്നു നായകന്റെ വിശ്വാസം. അങ്ങനെ ഇനി ആരോട് സഹായം ചോദിക്കുമെന്ന് ഹീറോ ആലോചിക്കുന്നു. അപ്പോൾ ഹീറോയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. എന്തുകൊണ്ട് FBI-യിൽ അറിയിച്ചുകൂടാ? അവർക്കാകുമ്പോൾ കുറെ കൂടി അധികാരമുണ്ട്. എല്ലാ രാജ്യങ്ങളുമായി ബന്ധമുണ്ട്. അവർക്ക് എന്നെ പെട്ടെന്ന് സഹായിക്കാൻ സാധിക്കും. താൻ പറയുന്നത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ നായകൻ ചിക്കാഗോയിലെ FBI-യിലേക്ക് വിളിക്കുന്നു. അവരോട് A to Z കാര്യങ്ങൾ പറയുന്നു. താൻ ഇറാഖിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നുവെന്നും കിച്ചൺ സപ്ലിമെന്റ് സാധനങ്ങളുമായി പോകുമ്പോൾ ആദ്യം കുറച്ച് കുട്ടികൾ കല്ലെറിഞ്ഞു ഞങ്ങളെ ആക്രമിച്ചു. പിന്നീട് മുതിർന്ന ആൾക്കാർ ഗണ്ണുമായി വന്ന് ആക്രമിച്ചു. കൂടെയുണ്ടായിരുന്ന കുറെ പേരെ അവർ കൊല്ലുകയും ചെയ്തിരുന്നു. എനിക്ക് തലക്കൊരു കല്ല് കൊണ്ടതുകൊണ്ട് ബോധം പോയി.
ഇപ്പോൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ മണ്ണിനടിയിൽ ഒരു ശവപ്പെട്ടിയിലാണ് ഞാൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ FBI അധികൃതരെ അറിയിക്കുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഫോൺ സിഗ്നൽ പോവുകയും കോൾ കട്ടാവുകയും ചെയ്യുന്നു. അവൻ ആ ശവപ്പെട്ടിയുടെ എല്ലാ മൂലയിലും ഫോൺ സിഗ്നൽ കിട്ടാൻ വേണ്ടി ഫോൺ നീക്കി പിടിക്കുന്നു. മര്യാദയ്ക്ക് അനങ്ങാൻ പോലും അവന് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവസാനം സിഗ്നൽ കിട്ടുന്നു. അവൻ അവസാനം വിളിച്ച ആ FBIക്ക് തന്നെ വീണ്ടും വിളിക്കുന്നു. എന്നാൽ ഇത്തവണ ഫോൺ കണക്ട് ആയത് വേറൊരു ഏജന്റിനാണ്. അവൻ ഇവന്റെ അവസ്ഥ ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഓരോ കാര്യങ്ങൾ ആദ്യം മുതലേ ചോദിക്കുന്നു. പേരെന്താണ്, എന്താണ് പ്രശ്നം എന്നൊക്കെ. അപ്പോൾ നായകന് ദേഷ്യം വരുന്നുണ്ട്. ചെറുതായി അവൻ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഏജന്റ് പറയുന്നു, ഞാൻ കോൾ IVRന് കണക്ട് ചെയ്യാം. നിങ്ങൾ നേരത്തെ സംസാരിച്ച ആളിന്റെ സെക്യൂരിറ്റി കോഡ് അടിച്ചാൽ നേരത്തെ സംസാരിച്ച ഏജന്റിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ കോൾ IVR കണക്ട് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ആ സെക്യൂരിറ്റി കോഡ് ഓർമ്മയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കോഡ് അടിക്കാത്തത് കൊണ്ട് ആ കോൾ കട്ടാകുന്നു. തന്റെ മരണം ഈ പെട്ടിക്കുള്ളിൽ ആണെന്ന് നമ്മുടെ നായകൻ വിധി എഴുതുന്നു. തന്റെ ദേഷ്യവും നിരാശയും അവൻ ആ പെട്ടിയെ അടിച്ചടിച്ച് അതിനോട് തീർക്കുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഹീറോ ഫോൺ നോക്കുമ്പോൾ നേരത്തെ FBIയോട് സംസാരിക്കുമ്പോൾ ആ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. ഇപ്പോൾ അത് മിസ് കോൾ ആയി കിടക്കുകയാണ്. ഹീറോ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അപ്പോൾ ഹായ് അമേരിക്കൻ സോൾജർ, നിനക്ക് ശവപ്പെട്ടിക്കകത്ത് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. ഹീറോ ആകെ ഞെട്ടുന്നു. താൻ പട്ടാളക്കാരനൊന്നുമല്ല, ട്രക്ക് ഡ്രൈവർ മാത്രമാണ് ഹീറോ പറയുന്നു. എന്നാൽ മറ്റവൻ അത് സമ്മതിക്കുന്നില്ല. നീ ഒരു അമേരിക്കക്കാരനല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. അതെ എന്ന് നായകൻ മറുപടി നൽകുന്നു. അപ്പോൾ നീ അമേരിക്കൻ സോൾജർ തന്നെ എന്ന് ഫോണിലുള്ളവൻ തറപ്പിച്ചു പറയുന്നു. എന്നാൽ താൻ വെറും ഒരു ട്രക്ക് ഡ്രൈവർ ആണ് എന്നും തന്നെ വെറുതെ വിടണം എന്നൊക്കെ ഹീറോ കെഞ്ചി പറയുന്നു. എന്നാൽ ഫോണിലുള്ളവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിന്നെ വിടണമെങ്കിൽ $5 മില്യൺ ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്നാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. നിന്റെ കയ്യിലുള്ള ഫോൺ സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ 9 മണി വരെ ചാർജ് നിൽക്കും. പണം കിട്ടിയാൽ നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിന്റെ മരണം ആ പെട്ടിക്കുള്ളിൽ തന്നെ. അപ്പോൾ ഹീറോ, സാർ ഞാനൊരു ട്രക്ക് ഡ്രൈവർ മാത്രമാണ്. എന്റെ കയ്യിൽ ഇത്രയും രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യണോ എന്ന് ഹീറോ ചോദിക്കുന്നു. നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ നിന്റെ സർക്കാരിനോട് പറഞ്ഞാൽ അവർ തരും. നീ ആദ്യം അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്. അതിനുവേണ്ടി നീ ആദ്യം എംബസിയെ അറിയിക്കുകയെന്ന് ആ കിഡ്നാപ്പർ പറയുന്നു. ഒരു കാര്യം, ഈ പണം കിട്ടിയാൽ മാത്രമേ നീ രക്ഷപ്പെടൂ, അല്ലെങ്കിൽ ഇതിനകത്ത് നീ മരിക്കും. തനിക്ക് വേണ്ടി ഗവൺമെന്റ് ഇത്രയും തുക ചെലവാക്കില്ല എന്ന് ഹീറോയ്ക്കറിയാം. എന്നിരുന്നാലും തന്റെ അവസ്ഥ എംബസിയെ അറിയിക്കാൻ തീരുമാനിക്കുന്നു. ആദ്യം തന്റെ സിസ്റ്റർ ലോയെ വിളിച്ച് ഹീറോ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് എംബസിയുടെ നമ്പർ വാങ്ങിക്കുന്നു. ഹീറോ തന്റെ കയ്യിലുണ്ടായിരുന്ന പെന്നുകൊണ്ട് അതൊക്കെ ശവപ്പെട്ടിയുടെ ചുമരിൽ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം സിസ്റ്റർ ലോ തന്ന എംബസി നമ്പറിലേക്ക് വിളിച്ച് തന്റെ അവസ്ഥ ഹീറോ വിവരിക്കുന്നു. $5 മില്യൺ കൊടുത്താൽ മാത്രമേ അവർ തന്നെ വെറുതെ വിടുകയുള്ളൂ എന്നും അതിനായി എന്തെങ്കിലും ചെയ്യണമെന്നും തന്നെ രക്ഷിക്കണമെന്നൊക്കെ ഹീറോ പറയുന്നു. എന്നാൽ അത്രയും തുക നൽകാൻ സാധ്യമല്ല എന്നും ടെററിസ്റ്റ് അല്ലേ നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത്, അവരുമായി ഒരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ നടത്തരുത് എന്ന് കർശന നിർദ്ദേശം ഞങ്ങൾക്കുണ്ട് എന്ന് എംബസി അധികൃതർ പറയുന്നു. ഇത് കേട്ടതും ഹീറോയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അവൻ എംബസി അധികൃതരോട് കയർക്കുന്നു. ഒരുത്തന്റെ ജീവൻ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് ഹീറോ പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകും, പക്ഷെ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ ചില പരിമിതികളുണ്ട് എന്ന് എംബസി അധികൃതർ പറയുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോ ആകെ സ്റ്റക്ക് ആകുന്നു. എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവൻ അറിയുന്നില്ല. അതേസമയം എംബസി അധികൃതർ ഹോസ്റ്റേജ് ഗ്രൂപ്പിന്റെ കമാൻഡറിന്റെ നമ്പർ നമ്മുടെ ഹീറോയ്ക്ക് കൈമാറുന്നുണ്ട്. ആ നമ്പർ കിട്ടിയപ്പോൾ തന്നെ നായകൻ ആ വ്യക്തിയെ കോൾ ചെയ്യുന്നു. ഡാൻ എന്നായിരുന്നു ആ കമാൻഡറിന്റെ പേര്. കോൾ കണക്ട് ആയപ്പോൾ തന്നെ നായകൻ തന്റെ അവസ്ഥ ഡാനോട് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഡാൻ പറയുന്നു, എനിക്ക് എല്ലാം അറിയാം. ഫസ്റ്റ് നീ ടെൻഷൻ അടിക്കാതെ കൂളായി ഇരിക്കണം. നീ ഒരിക്കലും പാനിക് ആകരുത്. ഞങ്ങൾ 9 മണിക്ക് മുമ്പ് തന്നെ നിന്നെ രക്ഷിക്കും. നിന്റെ ലൊക്കേഷൻ ഞങ്ങൾ കണ്ടെത്തും. അതുവരെ നീ സേഫ് ആയിരിക്കണം. ഫോണിന്റെ ചാർജ് തീരാതെ നോക്കണം. അതുകൂടാതെ ആ പെട്ടിക്കകത്ത് ഓക്സിജൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ തീരാതെ നീ നോക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം കമാൻഡർ ഡാൻ കോൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഹീറോയുടെ കയ്യിലുള്ള ഫോണിലേക്ക് മറ്റൊരു കോൾ വരുന്നു. അത് കിഡ്നാപ്പർ ആയിരുന്നു. എന്തായി പൈസയുടെ കാര്യമെന്ന് അയാൾ ചോദിക്കുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, അവർ അത്രയും പൈസ ഒരിക്കലും തരില്ല, അതും ഒരു സാധാരണക്കാരന്റെ ജീവന് വേണ്ടി. എങ്കിൽ $1 മില്യൺ ചോദിക്കാൻ കിഡ്നാപ്പർ ആവശ്യപ്പെടുന്നു. അതുകൂടാതെ ഹീറോയോട് ഒരു വീഡിയോ എടുത്തു തരാനും പറയുന്നുണ്ട്. അതായത് ശവപ്പെട്ടിയിൽ കുടുങ്ങിയ ഹീറോയുടെ അവസ്ഥ അത് കാണിച്ച് അമേരിക്കൻ ഗവൺമെന്റിനോട് വിലപേശാനായിരുന്നു അവരുടെ പദ്ധതി. വീഡിയോയിൽ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് നേരത്തെ എഴുതി ആ ശവപ്പെട്ടിക്കകത്ത് കിഡ്നാപ്പർ വെച്ചിരുന്നു. എന്നാൽ ഹീറോ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ആ പെട്ടിക്കകത്ത് ഒരു ബാഗ് ഉണ്ട്. അതിനുള്ളിൽ ഒരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ വായിച്ച് വീഡിയോ എടുക്കാൻ കിഡ്നാപ്പർ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹീറോ കഷ്ടപ്പെട്ട് കൈ എത്തിപ്പറിച്ച് ആ ബാഗ് എടുക്കുന്നു. അതിനകത്ത് ചെറിയൊരു ലൈറ്റർ ഉണ്ട്. പിന്നെ ഇവൻ പറയേണ്ട സ്ക്രിപ്റ്റും അതിലുണ്ടായിരുന്നു. അതുകൂടാതെ അതിലൊരു കത്തിയും ഒരു കുപ്പി ആൽക്കഹോളും ഉണ്ടായിരുന്നു. അങ്ങനെ കിഡ്നാപ്പർ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഹീറോ തന്റെ ഭാര്യയെ വിളിക്കുന്നു. എന്നാലും അപ്പോഴും കോൾ വോയിസ് മെയിലാണ് കണക്ട് ആകുന്നത്. അതുമാത്രമല്ല ഫോണിന്റെ ചാർജ് തീരുന്നുമുണ്ട്. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ പെട്ടെന്ന് ഡാനിനെ വിളിക്കുന്നു. എന്നിട്ട് ഇവർ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറഞ്ഞ കാര്യം ഹീറോ ഡാനിനെ അറിയിക്കുന്നു. എന്നാൽ ഡാൻ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യരുതെന്ന് തീർത്തു പറയുന്നു.
കാരണം ഇത് ഇവരുടെ ഒരു തന്ത്രമാണ്, നമ്മുടെ രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രം. ഇതൊരിക്കലും അനുവദിച്ചുകൂടാ. ഇതേപോലെ ബന്ദിയാക്കിയവരെ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട് എന്നും ഡാൻ പറയുന്നു. ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ നായകന് കുറച്ച് ആശ്വാസം തോന്നുന്നു. അങ്ങനെ വീഡിയോ ചെയ്യേണ്ട എന്ന തീരുമാനത്തിൽ നായകനെത്തുന്നു. അതിനുശേഷം നായകൻ അവന്റെ അമ്മയെ കോൾ ചെയ്യുന്നു. നായകന്റെ അമ്മ ഒരു മെന്റൽ പേഷ്യന്റ് ആണ്. നായകൻ അമ്മയോട് സംസാരിക്കുമ്പോൾ തനിക്ക് മകനുണ്ടെന്ന കാര്യം പോലും ആ അമ്മയ്ക്ക് ഓർമ്മയില്ല. അപ്പോൾ നായകൻ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ ഓരോന്ന് അമ്മയോട് പറയുന്നു. അപ്പോൾ അമ്മയ്ക്ക് ചെറിയ രീതിയിൽ ഓർമ്മ വരുന്നു. ഹീറോ പറയുന്നു, ഇതായിരിക്കാം ഞാൻ അമ്മയോട് അവസാനമായി സംസാരിക്കുന്നത്. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഹീറോയ്ക്ക് ഒരു ഇമേജ് മെസ്സേജ് വരുന്നു. അവൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അവന്റെ സുഹൃത്തായ പമീല എന്ന സ്ത്രീയായിരുന്നു അത്. കിഡ്നാപ്പേഴ്സ് അവരെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അവളുടെ തലയ്ക്ക് ഗൺ ചൂണ്ടിക്കൊണ്ട് വായൊക്കെ കെട്ടിയ അവസ്ഥയിലായിരുന്നു ആ ഇമേജ്. അവൾ ഇവിടെ ഹീറോയുടെ കൂടെ ഇറാഖിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവളെയും അവർ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഹീറോ കിഡ്നാപ്പറിനെ വിളിക്കുന്നു. എന്നിട്ട് ഞാൻ ഗവൺമെന്റിനോട് സംസാരിച്ചു, അവർ പണം നൽകാമെന്ന് പറഞ്ഞു എന്ന രീതിയിൽ ഹീറോ പറയുന്നു. അതുകൂടാതെ അവളെ ഉപദ്രവിക്കരുത് എന്നും ഹീറോ പറയുന്നു. അപ്പോൾ വീഡിയോ എവിടെയെന്ന് കിഡ്നാപ്പർ ചോദിക്കുന്നു. വീഡിയോ കിട്ടിയില്ലെങ്കിൽ ഇവളെ കൊന്നുകളയുമെന്ന് അവർ പറയുന്നു. അവളെ ഒന്നും ചെയ്യരുത്, ഞാൻ വീഡിയോ ഇപ്പോൾ തന്നെ അയച്ചു തരാമെന്നും അവൾക്ക് 2 കുട്ടികളുണ്ട് എന്ന് ഹീറോ പറയുന്നു. അപ്പോൾ കിഡ്നാപ്പർ എനിക്കും 5 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നും അതിൽ 2 പേരെ നിന്റെയൊക്കെ അമേരിക്കൻ സൈന്യം കൊന്നുകളഞ്ഞു എന്നും കിഡ്നാപ്പർ പറയുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാകുന്നത് പണത്തിന് വേണ്ടി മാത്രമല്ല തന്നെ കിഡ്നാപ്പ് ചെയ്തത് എന്ന്, ഇതിലൊരു പ്രതികാരവും കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ തന്റെ സുഹൃത്തായ പമീലയുടെ ജീവൻ രക്ഷിക്കാനായി ഹീറോ കിഡ്നാപ്പർ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യുന്നു. ഡാൻ പറഞ്ഞതൊന്നും അവന്റെ മനസ്സിലില്ല. തന്റെ രാജ്യം പ്രതിസന്ധിയിലാകുമെന്ന കാര്യവും അവൻ ഓർത്തില്ല. പമീലയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞ പോലെ വീഡിയോ ചെയ്ത് അവൻ അവർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് വേറൊരു പ്രശ്നം ഉണ്ടാകുന്നത്, കുറച്ച് വലിയൊരു പ്രശ്നം. എന്തെന്നാൽ ഹീറോ ഉണ്ടായിരുന്ന ശവപ്പെട്ടിയിലെ മൂലയ്ക്കുണ്ടായിരുന്ന ഒരു ഓട്ടയിലൂടെ ഒരു പാമ്പ് അകത്തേക്ക് വരുന്നു. ഹീറോ അനങ്ങിയാൽ ആ പാമ്പ് ഹീറോയെ കൊത്തും. അതൊരു വിഷപ്പാമ്പായിരുന്നു. ഹീറോ അനങ്ങാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ താഴെ വെക്കുന്നു. നേരത്തെ കിട്ടിയ ആൽക്കഹോൾ പാമ്പുള്ള ഭാഗത്തേക്ക് ഒഴിച്ച് തീയിടുന്നു. തീയുടെ ചൂടുകൊണ്ട് ആ പാമ്പ് ഓട്ടയിലൂടെ തിരിച്ചു പോകുന്നു. ഹീറോ തീയൊക്കെ അണച്ച് ഒന്ന് സമാധാനിക്കുമ്പോഴേക്കും ഫോണിൽ അടുത്ത മെസ്സേജ് വരുന്നു. ഹീറോ അത് ഓപ്പൺ ആക്കി നോക്കുന്നു. അതൊരു വീഡിയോ മെസ്സേജ് ആയിരുന്നു. തന്റെ കൂട്ടുകാരി പമീല അമേരിക്കൻ ഗവൺമെന്റിനെ തള്ളി പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതിൽ ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ട് ദിവസങ്ങളായി എന്നും അമേരിക്കൻ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയില്ല എന്നും ഇവർ ആവശ്യപ്പെടുന്ന പണം നൽകി ഞങ്ങളെ മോചിപ്പിച്ചില്ല എന്നൊക്കെ പമീല പറയുന്നുണ്ട്. എന്നാൽ ആ വീഡിയോയുടെ അവസാനം അവർ പമീലയെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയുന്നു. ഇത് കണ്ടതും ഹീറോ ആകെ അപ്സെറ്റ് ആകുന്നു. മൊത്തത്തിൽ തകർന്നൊരവസ്ഥയിലാണ് ഹീറോ. തന്റെ ഉറ്റ സുഹൃത്ത്, അവരെ ജീവൻ രക്ഷിക്കാൻ ഹീറോയ്ക്ക് സാധിച്ചില്ല. അവർ മരണത്തിന് കീഴടങ്ങി. ഈ കാഴ്ചയൊക്കെ കണ്ട് അവൻ ആ ശവപ്പെട്ടിക്കകത്ത് ഛർദ്ദിച്ചു വയ്ക്കുന്നു. തന്റെ അവസാനം ഈ പെട്ടിക്കുള്ളിലാണ് എന്നും ആരെക്കൊണ്ടും തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നും ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല എന്നും ഹീറോ സ്വയം പിറുപിറുക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഡാൻ ഹീറോയെ വിളിക്കുന്നത്. പമീലയെ രക്ഷിക്കാൻ ഹീറോ അയച്ചു കൊടുത്ത വീഡിയോ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 47,000 പേർ ഈ വീഡിയോ കണ്ടിരിക്കുന്നു. ഇതൊരു തെറ്റായ തീരുമാനമായി പോയി, അമേരിക്കൻ ഗവൺമെന്റ് സമ്മർദ്ദത്തിലായി എന്നൊക്കെ ഡാൻ പറയുന്നു. അപ്പോൾ ഹീറോയ്ക്ക് പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവൻ അത് എന്താണെന്ന് ശ്രദ്ധിക്കുന്നു. അതൊരു മുസ്ലിം പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന പോലത്തെ ശബ്ദമായിരുന്നു. ഇക്കാര്യം ഹീറോ ഡാനിനെ അറിയിക്കുന്നു. ഈ ഇൻഫർമേഷൻ ഡാനിന് ഒരുപാട് യൂസ്ഫുൾ ആയി. കാരണം ഇനി പള്ളിയുള്ള ഭാഗത്ത് മാത്രം അന്വേഷിച്ചാൽ മതിയല്ലോ ഹീറോയെ കണ്ടെത്താൻ. നേരത്തെ ഹീറോയെ ആക്രമിച്ച സ്ഥലവും സംഭവങ്ങളും അതുകൂടാതെ ഇപ്പോൾ കിട്ടിയ ഈ വിവരവും കൂടി വായിക്കുമ്പോൾ ഇന്നലെ ഹീറോയെ ആക്രമിച്ചതിന് ശേഷം ഈ കുറഞ്ഞ സമയം കൊണ്ട് തീവ്രവാദികൾ എത്തിയ സ്ഥലം അത് അടുത്തൊരു പള്ളിയുള്ള സ്ഥലമാണ്. ഈ വിവരങ്ങളൊക്കെയും സോർട്ട് ഔട്ട് ചെയ്ത് ഡാനും ടീമും നല്ല രീതിയിൽ തെരച്ചിൽ നടത്തുന്നു. എന്നാൽ ഇതേ സമയം ഹീറോ കിടക്കുന്ന ശവപ്പെട്ടിക്ക് പുറത്ത് ഒരു വലിയ സ്ഫോടനം നടക്കുന്നു. അതിന്റെ ഫലമായി ഹീറോ കിടന്ന ശവപ്പെട്ടിയുടെ മുകൾ ഭാഗം തകർന്ന് മണ്ണ് ഉള്ളിലേക്ക് വീഴുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന ഹീറോയുടെ മുകളിലേക്ക് മണൽ വീണാലുള്ള അവസ്ഥ പറയണോ? ഇങ്ങനെ മണൽ വീണാൽ തന്റെ അവസ്ഥ എന്താകുമെന്ന് അറിയാവുന്ന ഹീറോ തന്റെ തുണി ഉപയോഗിച്ചുകൊണ്ട് ശവപ്പെട്ടിയുടെ തകർന്ന വിടവിലേക്ക് തിരികെ കയറ്റുന്നു. അപ്പോഴാണ് ഡാൻ വിളിക്കുന്നത്. ഞങ്ങൾ അവരുടെ ബേസ് തകർത്തു എന്നും അവർ ആരും ജീവിച്ചിരിപ്പില്ല എന്നും ഞങ്ങൾ ഉള്ളിലേക്ക് വരികയാണ് എന്ന് ഡാൻ ഹീറോയെ അറിയിക്കുന്നു. പുറത്തെ അവസ്ഥ എന്തായാലും ഹീറോയുടെ അവസ്ഥ കുറച്ച് കഷ്ടത്തിലാണ്. കാരണം തുണി ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ടും മണൽ ഉള്ളിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഹീറോ തന്റെ മകനും ഭാര്യയ്ക്കും വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നു. താൻ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് ഭയങ്കര സങ്കടത്തിൽ ഹീറോ പറയുന്നു. അതുകൂടാതെ തന്റെ മരണശേഷം സ്വത്തുക്കൾ എങ്ങനെ വീതം വയ്ക്കണമെന്നുമാണ് ഹീറോ ആ വീഡിയോയിൽ പറയുന്നത്. അതിനിടയിൽ വീണ്ടും ഹീറോയുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഇപ്പോൾ വിളിച്ചത് കിഡ്നാപ്പർ ആയിരുന്നു. ഡാനിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ അയാൾ മരിച്ചിരുന്നില്ല. അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് നേരത്തെ നായകൻ പറഞ്ഞ $1 മില്യൺ എപ്പോ കിട്ടുമെന്ന് ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ ഹീറോ പറഞ്ഞ കാര്യം
കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു സാധാരണക്കാരന് വേണ്ടി US ഗവൺമെന്റ് ഇത്രയും തുക ഒരിക്കലും ചിലവഴിക്കില്ല എന്ന്. അപ്പോൾ ആ കിഡ്നാപ്പർ, നീ നിന്റെ വിരൽ മുറിച്ച് ആ അവസ്ഥയിൽ ഒരു വീഡിയോ ചെയ്യ്, എന്നിട്ട് അത് അവർക്ക് അയച്ചു കൊടുക്കാം, അപ്പോൾ അവർ അത് വിശ്വസിക്കുമെന്ന്. എന്നാൽ ഹീറോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല. കാരണം ഡാനും കൂട്ടരും തീവ്രവാദികളെ ഇല്ലാതാക്കി തന്നെ രക്ഷിക്കാൻ എത്തിയിരിക്കുന്നു. പിന്നെ താൻ എന്തിനി അങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന മൈൻഡ് സെറ്റ് ആയിരുന്നു ഹീറോയ്ക്ക്. എന്നാൽ ആ തീവ്രവാദിക്ക് പ്ലാൻ ബി ഉണ്ടായിരുന്നു. അതിനു മുന്നിൽ ഹീറോ ഒന്ന് പതറി. കാരണം ഹീറോയുടെ അമേരിക്കയിലെ വീടിന്റെ അഡ്രസ്സാണ് ആ തീവ്രവാദി പറഞ്ഞത്. എന്റെ ഒരൊറ്റ ഫോൺ കോൾ മതി നിന്റെ ഭാര്യയും മകനും ഇല്ലാതാകാൻ. ഇത് കേട്ട് ഹീറോ ആകെ പതറി. ഹീറോ തന്റെ വിരൽ മുറിച്ച് വീഡിയോ ചെയ്യാൻ സമ്മതിക്കുന്നു. തന്റെ മരണം മുന്നിലുണ്ടെങ്കിലും തന്റെ ഭാര്യയും കുട്ടിയും അവസാന നിമിഷം വരെ രക്ഷിക്കാൻ പെടാപ്പാടുപെടുന്ന നമ്മുടെ ഹീറോ. വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഹീറോ കടന്നു പോകുന്നത്. മരണം മുന്നിലുണ്ട്, അതുകൂടാതെ തന്റെ ഭാര്യയും മകനും മരിക്കാൻ സാധ്യതയുമുണ്ട്. അങ്ങനെ വിരൽ മുറിച്ച് ഹീറോ വീഡിയോ എടുക്കുന്നു. വിരൽ മുറിഞ്ഞ വേദനയിൽ ഹീറോ അലറി വിളിക്കുന്നു. അപ്പോൾ ഹീറോയുടെ ശവപ്പെട്ടിയുടെ മുകളിലെ ഭാഗം മാറി ഹീറോയുടെ ദേഹത്ത് വെളിച്ചം പതിക്കുന്നു. മണിക്കൂറുകളോളം കുടുങ്ങിയ താൻ രക്ഷപ്പെടാൻ പോകുന്നു. എന്നാൽ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്തെന്നാൽ ഇപ്പോൾ കണ്ട കാര്യം ഒന്നും റിയൽ അല്ല. കൈമുറിഞ്ഞ വേദന കൊണ്ടും ടെൻഷൻ കൊണ്ടും താൻ രക്ഷപ്പെടുന്നതായി ഹീറോയ്ക്ക് തോന്നിയതാണ്. ഒരുതരം ഹാലുസിനേഷൻ. അപ്പോൾ ഡാൻ ഹീറോയെ വിളിക്കുന്നു. അവരുടെ നേതാവിനെ കിട്ടിയിട്ടുണ്ട്. അയാളിൽ നിന്നും നിന്റെ ലൊക്കേഷൻ ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ ഉടനെ തന്നെ നിന്നെ രക്ഷിക്കുമെന്നും ഞങ്ങൾ കുഴി കുഴിക്കാൻ തുടങ്ങിയെന്നും ഡാൻ പറയുന്നു. അപ്പോൾ ഹീറോയുടെ ഭാര്യ ഹീറോയെ വിളിക്കുന്നു. നേരത്തെ അയച്ച വോയിസ് മെയിലൊക്കെ അവൾക്ക് കിട്ടിയിരുന്നു. ആ കോൾ എടുക്കുമ്പോൾ ഹീറോയുടെ ഭാര്യ അലറി വിളിച്ച് കരയുകയായിരുന്നു. ഹീറോ അവളെ ആശ്വസിപ്പിക്കുന്നു. എന്നെ രക്ഷിക്കാൻ നമ്മുടെ സൈന്യം ഇവിടെ എത്തി. അവർ കുഴി തോണ്ടുകയാണ്. ഇനി പേടിക്കാനില്ല. ഇവിടെ നിന്നും ഞാൻ എത്രയും വേഗം രക്ഷപ്പെടും. രക്ഷപ്പെട്ടാൽ ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഹീറോ ഭാര്യയെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ മണൽ വീണ് ഹീറോയുടെ തലയുടെ പാതി വരെ മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ഡാനിനെ വിളിച്ച് കാര്യം പറയുന്നു. ഞാൻ ഇപ്പോൾ മരിക്കും, നിങ്ങൾ എവിടെയാണ് എന്ന്. അപ്പോൾ ഡാൻ പറയുന്നു, ഞങ്ങൾ ഇപ്പോൾ ശവപ്പെട്ടിയുടെ മൂടി മാറ്റും, രക്ഷപ്പെടാൻ തയ്യാറായിരുന്നുള്ളൂ എന്ന്. എന്നാൽ ഡാൻ മൂടി മാറ്റിയത് വേറെ ശവപ്പെട്ടിയുടേതായിരുന്നു. തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത് ആ തീവ്രവാദി ചതിക്കുകയായിരുന്നു. നായകൻ തന്റെ മരണം ഉറപ്പാക്കി. താൻ ഇന്ന് ഈ ശവപ്പെട്ടിക്കുള്ളിൽ മരിക്കും. അവന്റെ മരണം അവൻ ആക്സെപ്റ്റ് ചെയ്തു. ഇത്രയും കഷ്ടപ്പെട്ട് ഡാൻ അവിടെ എത്തി. എന്നാൽ ഹീറോയെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഡാൻ ഹീറോയെ വിളിക്കുന്നു. അവസാനമായി ഹീറോയോട് പറയുന്നു, എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ സാധിച്ചില്ല, സോറി എന്ന് പറയുന്നിടത്ത് സിനിമ തീരുന്നു. നമ്മുടെ നായകൻ അവിടെ കിടന്ന് മരിക്കുന്നു. അതായിരുന്നു എൻഡിങ്. മനസ്സിന് മരവിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയി പോയി. അവസാന നിമിഷം വരെ നായകൻ രക്ഷപ്പെടും എന്നാണ് ഞാൻ കരുതിയത്. ഇങ്ങനൊരു ക്ലൈമാക്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയൊക്കെയാണ് ജീവിതം, എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. എന്ന് തന്നെ ആയാലും ഈ വിവരണം ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.